നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഞാനിന്ന് ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇരിട്ടി പേരാവൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എൻ്റെ ഒന്ന് രണ്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇതുകൂടി ഒന്ന് വീഡിയോ ചെയ്ത് ജനങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇല്ലെങ്കിൽ തള്ളിക്കളയട്ടെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആദ്യം നിഷാദുമായി ബന്ധപ്പെട്ട വീഡിയോ പിൻവലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ആദ്യം തന്നെ പറയുകയാണ്. ഇത് പാർട്ടിയെയോ CPM-നെയോ DYFIയോ നന്നാക്കാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നിനുമല്ല, എൻ്റെ അഭിപ്രായം, എൻ്റെ ആശയം പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ആശയം ഒന്ന് വീഡിയോ ആയി പങ്കുവെക്കണമെന്ന് ഒന്ന് രണ്ട് ആളുകൾ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടും, അപ്പോൾ ഞാൻ പാർട്ടി വിരുദ്ധത പ്രചരിപ്പിക്കുന്നു, പാർട്ടി വിരുദ്ധനാണ് എന്നൊക്കെ ഉള്ള നല്ല നിലയിലുള്ള അംഗീകാരം കുറേ വിരുദ്ധന്മാർ എനിക്ക് നൽകിയിട്ടുണ്ട്. അവർ വിരുദ്ധന്മാരാണ്. അവർക്ക് തൊഴിലും കോപ്പറേറ്റീവ് മേഖലകളിലും മറ്റ് പല മേഖലകളിലും ജോലിയൊക്കെ കിട്ടിയ ആളുകൾ, അവരുടെ തൊഴിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നെ ഇതൊന്നും കിട്ടിയ ആളൊന്നുമില്ല. അതുകൊണ്ട് പറയാൻ നമുക്ക് മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ അവരാണ് വിരുദ്ധന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾ. പക്ഷേ സത്യം പറയുന്ന ആളുകളെ വിരുദ്ധന്മാരായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കണ്ടില്ല. MP ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ പറഞ്ഞത് എന്താ പറയുന്നത്, പിന്നെ കുലംകുത്തികൾ എന്നും കുലകുത്തികൾ എന്താ പറയുക, വർഗവഞ്ചകന്മാർ എന്നും വർഗവഞ്ചകന്മാർ എന്നാണ് V കുഞ്ഞികൃഷ്ണൻ്റെയും ഗോവിന്ദൻ മാഷിയും TK ഗോവിന്ദൻ മാഷിയും അവർ ഇന്ന് MP ഗോവിന്ദൻ മാഷ് ഉപയോഗിച്ചത്. സത്യത്തിൽ ആരാണ് ഇവിടെ വർഗത്തെ വഞ്ചിക്കുന്നത്? ഈ ഒരു വലിയൊരു പാർട്ടിയെ വരുന്ന ഒരു വർഗ സമൂഹത്തെ വഞ്ചിക്കുന്നത് ഈ പറയുന്നവരാണ്. കാരണം അവരാണ് പല തരത്തിൽ എന്താണ് ഇവരൊക്കെ ചെയ്ത് തെറ്റ് എന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് അവരെ ഇന്ന് നിയമസഭയിലേക്ക് പോലും പറഞ്ഞു വെച്ചത്. അപ്പം നിഷാദുമായി ബന്ധപ്പെട്ട് VK നിഷാദിനെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അദ്ദേഹം വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല സമരം ചെയ്തത്, പാർട്ടിക്ക് വേണ്ടി തന്നെ, DYFIക്ക് വേണ്ടി തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം ചെയ്ത കുറ്റം കോടതി കണ്ടെത്തിയത് ബോംബ് എറിഞ്ഞു എന്നുള്ളതാണ്. ബോംബ് രാഷ്ട്രീയം CPM-നുണ്ടോ എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് ബോംബ് രാഷ്ട്രീയം ഇല്ല എന്നാണ് എന്നെ പഠിപ്പിച്ചത്. മറ്റു വശം അതെന്തോ ആയിക്കോട്ടെ, നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതല്ലോ. ബോംബെറിഞ്ഞു എന്ന് കഴിഞ്ഞ 10 വർഷം ട്രയൽ നടത്തി പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ നിയമിച്ച ആളുകളാണല്ലോ. ആ കാലഘട്ടത്തിൽ അതിനെ നിയന്ത്രിച്ച ആളുകൾ. നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് വക്കീൽ വാദിച്ചിട്ട് പോലും എന്താ പറയണ്ടത്, അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു കോടതി വിധിയാണ്. ആ കോടതി വിധി പ്രകാരം 20 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ആ നിഷാദിൻ്റെ കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കണം, DYFI നോക്കണം, അദ്ദേഹത്തിൻ്റെ കേസ് നോക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെലവും ഭക്ഷണത്തിന് വേണ്ടുന്നതും മക്കൾക്ക് വേണ്ടുന്നതും എല്ലാം ചെയ്തു കൊടുക്കണം. അത് കൊടുക്കണം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പാർട്ടി കേസ് ഫണ്ട് എന്ന് പറഞ്ഞ തന്നെ വലിയൊരു ഫണ്ട് പിരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ? രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് വേറെ പിരിച്ചിട്ട് അത് കൊടുക്കുന്നില്ലേ? ആ കൂട്ടത്തിൽ നിഷാദിനെയും സഹായിക്കണം, നിഷാദിൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണം. അതിനാർക്കും എതിരെ അഭിപ്രായമൊന്നുമില്ല. അത് പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കണം. ഞാൻ പറഞ്ഞത് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട റിമാൻഡ് തടവുകാരനല്ല, ശിക്ഷിക്കപ്പെട്ട തടവുകാരനാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പരോള് ആണ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനി ഈ പരോൾ ലഭിക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റില്ല. സമരപരിപാടി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അനുവാദമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അനുവാദമില്ല. അദ്ദേഹം എന്ത് ആവശ്യം പറഞ്ഞാണോ ജയിലിൽ നിന്ന് പരോൾ അനുവദിക്കുന്നത്, ആ ആവശ്യത്തിന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ പരോളിൻ്റെ ലംഘനമാണ്. ആ ലംഘനം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയേണ്ടത്, പ്രയാസത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിന് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് അത് പരോൾ ലംഘനമായി മാറുക. അപ്പോൾ പിന്നെ അദ്ദേഹം പരോളിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലും കയറാൻ പറ്റില്ല. അദ്ദേഹത്തിന് കയറാൻ പോലും പറ്റില്ല. പിന്നെയാണ് യോഗത്തിന് പങ്കെടുക്കേണ്ടത്, പിന്നെയാണോ മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അത് അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിർത്തേണ്ട ആവശ്യമില്ല.
അദ്ദേഹത്തിൻ്റെ കേസിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും പാർട്ടി നടത്തുക. എന്നിട്ട് അദ്ദേഹത്തെ ജാമ്യത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതിന് ശേഷം ജാമ്യ വ്യവസ്ഥകൾ എങ്ങനെയാണ് എന്നുള്ളതൊരു വ്യവസ്ഥ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അദ്ദേഹം വന്നിട്ടാകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ DYFIൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കോ, സംസ്ഥാന സെക്രട്ടറി ആയിക്കോ, ആരെതിര്? നിങ്ങൾ ജില്ലാ സെക്രട്ടറി ആയിക്കോ, ആരെതിര്? കാരണം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്ന ഒരു പൊതിക്ക് നടത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താലോ, അല്ലാതെ പരോളിൽ ഇറങ്ങി വരുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സാധാരണ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഏത് കമ്മിറ്റി എടുക്കുമ്പോൾ ഒരു ഒഴിവ് വെക്കും. ആ പ്രത്യേക ഘട്ടങ്ങളിൽ ആരെങ്കിലും പരിഗണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്നതുപോലെ ഇവിടെ ഒരു ഒഴിവ് വെച്ചാൽ പോരെ, എല്ലാവരും 1 or 2 ഒഴിവ് വെച്ചോ. ഇപ്പോൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഒരു ഒഴിവില്ലേ, കുഞ്ഞികൃഷ്ണൻ്റെ ഒഴിവും വേറൊരു ഒഴിവും, അങ്ങനെ 2 ഒഴിവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. എന്നതുപോലെ ഒരു ഒഴിവ് വെക്കുന്നു, നിഷാദിന് വേണ്ടി ഒരു ഒഴിവ് അവിടെ കിടക്കുന്നു. എന്നിട്ട് അദ്ദേഹം ജാമ്യം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം ഒരു പ്രത്യേക കമ്മിറ്റി കൂടി നിഷാദിനെ ജില്ലാ കമ്മിറ്റിയിലേക്കും DYFIയിലെ ജില്ലാ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റോ ആക്കി തിരഞ്ഞെടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൈയടിക്കൂലേ? നമ്മളൊക്കെ കൈയടിച്ചതിന് അംഗീകരിക്കൂലേ? ഇവിടെ വന്ന മറ്റ് എല്ലാ കമ്മിറ്റിയും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ DYFIയുടെ ജില്ലാ സെക്രട്ടറി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പ്രസിഡന്റ് തെറ്റാണ്, ട്രഷറർ തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ. അതിനെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഒരു കീഴ്വഴക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. റിമാൻഡ് തടവുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പിന്നെ ഇറങ്ങി വന്നിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുന്നവരാണ്. പക്ഷേ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കാനോ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സത്യപ്രതിജ്ഞ പോലും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്. ആ ഒഴിവ് ഇപ്പോഴും ഒഴിവായി കിടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിൽ ആ ഒഴിവ് നികത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ പിന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലായിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസകരമായ കാര്യമാണ്. മുമ്പ് ആരോ പറഞ്ഞ പോലെ ഇലക്ഷനിൽ തോറ്റു എന്ന് മനസ്സിലായിപ്പിക്കാൻ വലിയ പാടാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെന്തിനേയും തെറി വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, കാളവെറ്റെന്നറിയുമ്പോൾ കയറെടുക്കുക എന്നല്ലാതെ എന്താണ് ചില ആനുകൂല്യങ്ങൾ കിട്ടിയ ആളുകൾ അവർ കൂലി എഴുത്തുകാരെ എന്ന പോലെ എഴുതും. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ, ഞാനും എൻ്റെ ആളും 40 പേരും കൂടിയിട്ട് ആളുകളെ തെറി വിളിക്കുക, യഥാർത്ഥ കാര്യങ്ങളെ വിളിച്ചു പറയുന്ന വസ്തുതകൾ മനസ്സിലാക്കാതെ തെറി വിളിക്കുക എന്നുള്ള ശീലം അത് CPMനോ DYFIക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ യോജിച്ചതല്ല, അത് മറ്റേതോ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് DYFIക്ക് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ നിഷാദുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എനിക്ക് പറയേണ്ടതാണ്. ഒരു പരോൾ പ്രതിക്ക് സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ നിങ്ങൾ വന്നിട്ട് അദ്ദേഹത്തെ ഏത് സ്ഥാനത്ത് വേണ്ടിയെങ്കിലും വെച്ചോ, അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതുവരെ വെക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ ആ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. സമരം ചെയ്തിട്ടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ജയിലിൽ പോയ ഒരാൾ എന്നുള്ള നിലയിൽ കുടുംബത്തെയും അദ്ദേഹത്തെയും ആവശ്യമായ സംരക്ഷണം നൽകണം. പക്ഷേ ഇങ്ങനെ സ്ഥാനം കൊടുത്തിട്ടല്ല സംരക്ഷണം നൽകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.